ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇത് വന്നിട്ടൊരു അക്ഷയ തൃതീയയുടെ അന്നൊരുത്തെ വീഡിയോ ആയിരുന്നു കേട്ടോ. എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അക്ഷയ തൃതീയൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ട് കുറേ നാളായി കേട്ടോ. അപ്പോൾ അതുപോലെ രാവിലെ എണീറ്റ് പുറത്തോട്ടൊക്കെ വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അക്ഷയ തൃതീയ ആയതുകൊണ്ട് തന്നെ അമ്മ രാവിലെ 5 മണിക്ക് തന്നെ നിലവിളൊക്കെ കൊളുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 8 മണിയായി നിലവിളൊക്കെ കാണിച്ച് അമ്മ റെഡി ആയിട്ട് കോവിലിൽ പോകാൻ വേണ്ടി ഇറങ്ങിയാണ് കേട്ടോ. അമ്മ എപ്പോഴും ഇങ്ങനത്തെ സെറ്റ് സാരിയൊക്കെ കൊടുക്കുമ്പോൾ മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ഈ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാറുണ്ട് കേട്ടോ. ഈ ഒരു സ്ഥലത്ത് നിന്നാണ് നമ്മളെപ്പോഴും ഫോട്ടോ എടുക്കുന്നത്. അങ്ങനെ അമ്മയ്ക്ക് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തതിന് ശേഷം അമ്മ കോവിലിൽ പോകാൻ കേട്ടോ. ആ ഫോട്ടോസൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ആഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ പോകുന്ന ടൈമിൽ അപ്പുറത്തെ അമ്മമ്മ വന്ന് എനിക്ക് കുറച്ച് മാങ്ങയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം നല്ലൊരു ദിവസം ആയതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് ഒന്ന് മേലൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ഇടിയപ്പവും മുട്ടക്കറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ രാവിലെ എൻ്റെ ഫുഡ് റെഡിയും കാര്യങ്ങളൊക്കെ നേരത്തെ കഴിയും. ഓൾമോസ്റ്റ് ഒരു 8:30-ക്കകത്ത് ഞാൻ ഫുഡൊക്കെ കഴിക്കും കേട്ടോ. അങ്ങനെ നല്ല ഇടിയപ്പവും മുട്ടക്കറിയൊക്കെ കഴിച്ചു. പിന്നെ രാവിലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അമ്മൂമ്മ എനിക്ക് മാങ്ങ തന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ ആ മാങ്ങ. വന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കിയമ്മയും പപ്പയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വാവിക്കുള്ള തുണിയൊക്കെ ഇങ്ങനെ അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കിയമ്മ കറക്റ്റായിട്ട് ഇങ്ങനെ നമുക്കിനിപ്പോൾ ഹോസ്പിറ്റൽ ബാഗൊക്കെ പാക്ക് ചെയ്യണമല്ലോ, അതിന് വേണ്ടി എല്ലാം ഇവർ കറക്റ്റായിട്ട് ഇങ്ങനെ കീറിയൊക്കെ തന്നു. അത് കഴിഞ്ഞ് കിയമ്മയും പപ്പയും പോയി. പിന്നെ ഞാൻ ഉപ്പിലിട്ട കുറച്ച് ക്യാരറ്റൊക്കെ ഇരുന്ന് കഴിക്കാൻ കേട്ടോ. ഇതിൽ നല്ല പഴുത്ത പെരയ്ക്ക ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മ പഴുത്ത പെരയ്ക്കൊക്കെ എനിക്ക് തന്നു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പഴുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഉപ്പും കൂടെ പിടിച്ചപ്പോൾ വേറൊരു പ്രത്യേകതര ടേസ്റ്റായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ വീട്ടിൽ ശരിക്കും പപ്പായ മരമുണ്ട് കേട്ടോ. നമ്മൾ പപ്പായൊക്കെ കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഈ പപ്പായ ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ആദ്യമൊന്നും ഈ പപ്പായ കഴിക്കത്തില്ലായിരുന്നു. ഒരു 7 മന്ത് കഴിഞ്ഞ ടൈമിൽ ഞാൻ നല്ല പഴുത്ത പപ്പായ കഴിച്ചിട്ടുള്ളായിരുന്നു. ഒരു പീസൊക്കെ കഴിക്കുള്ളായിരുന്നു. ഇപ്പോൾ എനിക്കൊരു 8 മന്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്ര പീസ് മാത്രമേ എടുത്തോളൂ. അതിൽ ഞാൻ യോഗേർട്ട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് യോഗേർട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ബ്ലൂബെറി ഫ്ലേവറിലുള്ള യോഗേർട്ടായിരുന്നു കേട്ടോ. പപ്പായ നല്ല മധുരമാണല്ലോ. അതിൻ്റെ കൂട്ടത്തിൽ ഈ പുളിപ്പുളത്ത് ഫ്ലേവറുള്ള ഈ ഒരു യോഗേർട്ടും കൂടെ ആകുമ്പോൾ സെറ്റാണ് കേട്ടോ. എനിക്ക് ഈ കോമ്പിനേഷൻ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അമ്മ കുറച്ച് തണ്ണിമത്തൻ ചുക്കൊക്കെ ഇട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 11 മണി കഴിഞ്ഞപ്പോൾ അമ്മ നല്ലൊരു ഷാർജ അടിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ഷാർജ വന്നിട്ട്. ഇതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ എന്തായാലും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ 1:30 ആയപ്പോൾ ഞാൻ ചോറ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ കറികൾ വന്നിട്ട് ക്യാബേജ് തോരനും പിന്നെ ഈ സോയാബീൻ ഫ്രൈ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ നെത്തോലി ഫ്രൈയും നെത്തോലി കറിയും ഉണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ളതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല. വേറെ പരിപാടിയോ കാര്യങ്ങളൊന്നുമില്ല. ഉച്ചയ്ക്ക് കയറി കിടന്ന് ഉറങ്ങും. വേറെ പ്രത്യേകിച്ചൊന്നും കാണിക്കില്ലല്ലോ. അപ്പോൾ ഇത് വന്നിട്ട് നൈറ്റാണ് കേട്ടോ. നൈറ്റിൽ ഞാൻ സിമ്പിളായിട്ട് കുറച്ച് മാതളവും മാങ്ങയും കൂടെ അരിഞ്ഞ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ പാലിൽ ഡേറ്റ്സൊക്കെ ഇട്ടടിച്ച് എനിക്കൊരു ഗ്ലാസ് പാലും കൂടെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയും പോലെ എൻ്റെ കുട്ടി ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.